ഹായ് ഗായ്സ്. സോ ഇന്ന് മോർണിംഗ് നല്ല താമസിച്ചാണ് എണീറ്റത്. ഏതാണ്ട് ഒരു 11:30 കഴിഞ്ഞപ്പോൾ എണീറ്റ്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് വെക്കേഷൻ നടക്കുന്നുണ്ട്, ഏതാണ്ട് 15 ദിവസത്തേക്ക്. സോ മോർണിംഗ് ഞങ്ങൾ താമസിച്ച് എണീക്കാറുള്ളൂ. എണീറ്റിട്ട് കുറേ നേരം ജനലിൻ്റെ പുറത്തോട്ട് നോക്കി വായുന്നൊക്കെ കുറേ നേരം നിന്നു. അങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇന്ന് 2 ഡിഗ്രിയാണ്. സണ്ണി എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ട് ഇവിടെ. സോ കൂടാതെ തന്നെ എനിക്ക് ജലദോഷവും പനിയും പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. സോ ഇപ്പം മോർണിംഗ് ഒരു ലൂക്ക് വാം വാട്ടറിൽ കുറച്ച് ഇഞ്ചിയിട്ട് കുടിക്കുകയാണ് പ്രധാന കാര്യങ്ങളൊന്ന്. അങ്ങനെ ഫ്രഷായി പല്ലൊക്കെ തേച്ച് നേരെ കിച്ചണിലോട്ട് ചെന്നു. കിച്ചണിൽ ചെന്നിട്ട് പിന്നെ ഭീകര ആലോചനയായിരുന്നു എന്തെന്ന് കുക്ക് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലെത്തി, പുട്ടും കടലക്കറി. സോ ഫസ്റ്റ് കടലക്കറി ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചു. കടലക്കറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കൃഷിയാണ് ഫസ്റ്റ് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പ്ലാനിങ്ങോടെ ഓരോന്ന് ചെയ്തു വരുമായിരുന്നു. ലാസ്റ്റ് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇന്നലെ വരെ ചോദിച്ചായിരുന്നു മാവൊക്കെ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഓക്കെയാന്ന് പറഞ്ഞു. ലാസ്റ്റ് കൊണ്ടുവന്ന മാവോ മൈദ വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റും. ആ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ മൈദ ഇരുന്ന് പരത്തി. പിന്നെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഓരോ ഹാക്ക് കണ്ടുപിടിച്ചു. പിന്നെ പൊറോട്ട ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ മാവ് കുറേ നേരം വച്ചിരിക്കണം, പക്ഷേ ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ചുട്ടുണ്ടാക്കി. അതൊരു കുഴഞ്ഞ മട്ടില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പൊറോട്ടയായി, കറിയായി, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു ചായയും കൂടി ഇട്ടു. ഇതായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. മോർണിംഗ് അല്ല കേട്ടോ, ഇത് കഴിച്ചു വന്നപ്പോൾ ഏതാണ്ട് 1:30-2 മണിയായി. അങ്ങനെ എത്രയേ ഉള്ളൂ, ഇതായിരുന്നു ഇന്നത്തെ ദിവസം.